പൈത്തൺ പഠിച്ചുകൊണ്ട് ഇപ്പോൾ അഗ്രി ഫീൽഡിലേക്ക് നമുക്ക് വരാൻ കഴിയും? എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടോ അതിന്? ഞാൻ പറഞ്ഞില്ലേ, ഡേറ്റ പ്രോസസ്സിങ്ങിലാണ് ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഡേറ്റ പ്രോസസ്സിങ്ങിലാണ്. അപ്പം ഡേറ്റ ഒരിടത്ത് ഡംപ് ചെയ്യുക എന്നുള്ളത് വേറൊരു കേസ്. അത് വീണ്ടും പറയുമ്പോൾ ഡേറ്റ പൈപ്പ് ലൈൻസിനെ കുറിച്ച് പറയാം, ഡേറ്റ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ്. അത് വേറൊരു ഫീൽഡ് തന്നെയാണ്. ആ വന്ന ഡേറ്റയെ നിങ്ങൾ അനലൈസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഒരു മെഷീൻ ലേണിംഗ് ഒക്കെ പറയുന്നത്. അഗ്രി ഫീൽഡിൽ നമ്മളുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ക്ലൈമറ്റ് ഡേറ്റ, സോയിൽ ഡേറ്റ, അങ്ങനെ അഗ്രികൾച്ചർ സീഡിൻ്റെ സീഡിൻ്റെ അങ്ങനെ പറഞ്ഞാൽ അഗ്രികൾച്ചറിൽ നമ്മളെന്താണോ ഇപ്പം നമ്മൾ പറയത്തില്ല, മനുഷ്യന്മാരെ ചിന്തിക്കുക, ഈ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു കൃഷി ചെയ്ത് നന്നായിരിക്കും എന്ന് പറഞ്ഞത് നമ്മൾ മെഷീനിലേക്ക് ഫീഡ് ചെയ്ത് മെഷീൻ പറയുകയാണ്, ഇന്ന ക്ലൈമറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ബെറ്റർ ആയിരിക്കും. ആ സീഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. അത് മനുഷ്യന്മാരാണ് കൊടുത്തത്. മനുഷ്യൻ്റെ ഡേറ്റ ഇല്ലെങ്കിൽ ഇല്ല. അപ്പം ഈ പറഞ്ഞ ഡേറ്റയെ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ട് മാത്തമാറ്റിക്കൽ അൽഗരിതംസ്, അപ്പോൾ നമ്മൾ ചോദിക്കും നമ്മൾ അൽഗരിതം പഠിക്കണം, അപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ ബേസിക്സ് വേണം. അല്ല ചുമ്മാ പൈത്തൺ പഠിക്കാൻ പോയിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ പിന്നെ പഠിക്കാൻ പോകുന്ന സ്റ്റാറ്റിസ്റ്റിക്സും മെട്രിക്സും പ്രോബബിലിറ്റീസും അങ്ങനെയുള്ള മാത്തമാറ്റിക്സ് റിലേറ്റഡ് ടോപ്പിക്സ് തന്നെയായിരിക്കും പൈത്തണിനുള്ളത്. കാരണം നമ്മൾ പൈത്തൺ എന്ന് പറഞ്ഞതൊരു ടൂള് മാത്രമാണ്. അതിനെക്കൂടെ ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ പറയുന്നത്, കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം എന്താ? നമുക്ക് പാട്ട് പാടാം, അല്ലെങ്കിൽ മ്യൂസിക് റെക്കോർഡ് ചെയ്യാം, വീഡിയോ എടുക്കാം, വീഡിയോ പ്രോസസ്സ് ചെയ്യാം, ഫോട്ടോഗ്രാഫി അടിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ പർപ്പസിനനുസരിച്ചാണ് സിസ്റ്റം മാറുന്നത്. അതേപോലെ പർപ്പസിനനുസരിച്ച് പൈത്തണിനെ ഉപയോഗിക്കാൻ പറ്റണം. പൈത്തണിൻ്റെ ഫീച്ചേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ പഠിപ്പിക്കുന്ന എപ്പോഴും അതിൻ്റെ പ്രിൻസിപ്പിൾസ് മാത്രമാണ്. പിന്നെ ഞാൻ അതിൻ്റെ യൂസ് കേസ് ഇട്ട് കൊടുക്കും. ആ യൂസ് കേസ് ഇട്ട് വരുമ്പോൾ വെച്ച് പാട് വരും. കാരണം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക്കാണ്, മാത്സ് ഉണ്ടാവും, മാത്സ്, ഈ പറഞ്ഞ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ കാൽക്കുലേഷൻ സിസ്റ്റം ചെയ്യുന്ന അതേപോലെ തന്നെ. എന്ന് വെച്ചാൽ ആ കണ്ടീഷൻ ലോജിക്കലി നമ്മൾ മെഷീനോട് ഒരു ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ബൂളിയനിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്.